നമസ്കാരം. എൻ്റെ ഇപ്പം മുളകും അനുബന്ധമായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഒരു കലക്കൻ അടിപിടിയാണ്. സിദ്ധു വന്നതിന് ശേഷം ഉപ്പുമുളകും വീടാകെ ഉണർന്നിട്ടുണ്ട്. പുതിയ പുതിയ പ്രോഗ്രാമുകളായി സിദ്ധു അടിച്ചു പൊളിച്ച് മുന്നേറുകയാണ്. സങ്കടാലുവായാണ് സിദ്ധു വീട്ടിലെത്തിയതെങ്കിലും ഇപ്പോൾ വീട്ടിലെ അംഗങ്ങളുമായി ചേർന്ന് പഴയതുപോലെ നല്ല രീതിയിൽ പോവുകയാണ്. ഇന്ന് അതിനിടയ്ക്ക് ഒരു വലിയ ട്വിസ്റ്റാണ് പ്രൊമോയിൽ കാണുന്നത്. എന്താണ് ട്വിസ്റ്റ് എന്ന് പ്രൊമോ കണ്ട നിങ്ങൾക്കൊക്കെ അറിയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. എന്താണെന്നല്ലേ, നമ്മുടെ മെർലിന് എന്താണ് പറ്റിയതെന്ന് പിടിയില്ല. മെർലിൻ്റെ ശരീരത്തിൽ പ്രേതബാധയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. മെർലിൻ ഏതോ പഴയ നാടകത്തിലെയോ സീരിയലിലെയോ കഥാപാത്രം ആയി മാറുകയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ എന്നാണ് മനസ്സിലാകുന്നത്. ഏതോ ഒരു സ്ലെവിയെക്കുറിച്ചോ പത്മയെക്കുറിച്ചോ ഒക്കെയാണ് പറയുന്നത്. എന്തായാലും പത്മയെ മറക്കാൻ സ്ലെവിക്ക് കഴിയില്ല എന്നതാണ് ഇന്നത്തെ ആ പ്രൊമോയിലൂടെ കാണുന്നത്. എന്താണ് മെർലിന് സംഭവിച്ചത്? മെർലിന് സിദ്ധുവിനോട് പ്രേമമാണ് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സിദ്ധു വളരെ ക്ഷീണിതനായാണ് എപ്പിസോഡിലേക്ക് വീണ്ടും ഈ ഉപ്പുമുളക് വീട്ടിലേക്ക് കടന്നു വന്നതെങ്കിലും ഇപ്പോൾ വീണ്ടും ഊർജ്ജസ്വലനായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇന്നത്തെ ഈ പ്രൊമോ വന്നിരിക്കുന്നത്. ആ പ്രൊമോ എന്തായാലും ഉപ്പുമുളകും വീട്ടിൽ ഇന്ന് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേശുവാണെങ്കിൽ ആകെ വിഷമിച്ചും സങ്കടപ്പെട്ടു ഇരിക്കുകയാണ് മെർലിൻ്റെ ഈ മാറ്റം കണ്ട്. എന്താണ് ഈ മെർലിൻ്റെ മാറ്റം എന്ന് മനസ്സിലാവുന്നില്ല. കണ്ടതിൽ മനസ്സിലാവുന്നത് ഒന്നുകിൽ മെർലിന് സിദ്ധുവിനോട് പ്രേമമാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റൊരു സംഭവം, മെർലിൻ്റെ ശരീരത്തിൽ ബാധ കൂടിയിട്ടുണ്ട്. ഒരു ബാധ കൂടിയതുപോലെ ഏതോ ഒരു പഴയ നടിയുടെയോ നടൻ്റെയോ ഒക്കെ പേരുകളാണ് മെർലിൻ ഇവിടെ പറയുന്നത്. അത് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമായും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും കാണാൻ എല്ലാവരും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. വളരെ സംഭവബഹുലമായി പഴയ ക്ഷീണമൊക്കെ മാറി നമ്മുടെ ഉപ്പുമുളകും നല്ല രീതിയിൽ മുന്നോട്ട് പോയി തുടങ്ങിയിരിക്കുവാണ്. ഇതിനിടയ്ക്ക് തന്നെ പുതിയ ചില ആളുകളൊക്കെ കൂടെ എത്തിച്ചേരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ മുടിയൻ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യവും ഒക്കെ ഒരു സംശയമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഉപ്പുമുളകും താഴോട്ട് പോവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാര്യം ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രധാന ഐറ്റം തന്നെയാണ് ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയൽ. അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിനെ കൈവിട്ട് കളയുവാൻ ഒരു കാരണവശാലും ഫ്ലവേഴ്സ് ടീം അനുവദിക്കില്ല എന്ന് മനസ്സിലാവുന്നു. കുറച്ച് ദിവസത്തെ ചെറിയൊരു പുറകോട്ട് പോക്കിന് ശേഷം സിദ്ധു വന്നതോടുകൂടി വീണ്ടും നമ്മുടെ ഷോ അതിഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും തകർക്കും എന്ന് തന്നെയാണ് പ്രേമികളൊക്കെ വിചാരിക്കുന്നത്. ഉപ്പുമുളകും പ്രേമികളൊക്കെ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെയാണ് ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. വൈകുന്നേരം 6:30 വരെ കാത്തിരിക്കാം. 6:30 ആകുമ്പോൾ തീർച്ചയായിട്ടും എന്താണെന്ന് നമുക്ക് മനസ്സിലാവാം. എന്താണ് നമ്മളെ മെർലിന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം. സിദ്ധുവും ഒക്കെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ലച്ചുവിനുമൊക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും സംഭവിക്കാൻ പോണത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും 6:30 വരെ കാത്തിരിക്കാം.